അപ്പോൾ ദേവൂട്ടിനെ പറ്റിച്ചിട്ട് നമ്മളിന്ന് പോണത് പട്ടാമ്പിയിലെ ലാഭമേളയ്ക്കാണ് കേട്ടോ. ദേവൂട്ടിക്ക് അംഗനവാടിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും അംഗനവാടി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നല്ല ഹാപ്പി ആയിട്ട് സമ്മതിക്കും കേട്ടോ. ലാഭമേള തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. മലയ്ക്ക് പോയിട്ട് കുട്ടികൾക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അവിടെ നല്ല വിലയാണല്ലോ. അതുകൊണ്ട് തന്നെ മലയ്ക്ക് പോയി വന്നതിന് ശേഷം അവൾ ഒരു സ്വൈര്യം തന്നിട്ടില്ല കേട്ടോ. പേര് ലാഭമേള എന്നാണെങ്കിലും സംഭവം വലിയ ലാഭമൊന്നും ഇല്ല കേട്ടോ. ലാഭമുള്ള സാധനങ്ങൾക്കാണെങ്കിൽ ക്വാളിറ്റി ഇല്ല. പോയ സ്ഥിതിക്ക് 1-2 ഐറ്റമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ചു പോന്നു കേട്ടോ. ഒരു ബാഗും ഒരു ജഗ്ഗും പിന്നെ 2-3 ഐറ്റംസ് എന്തൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ വേണ്ട കുറേ സാധനങ്ങൾ ഞങ്ങൾ വേറൊരു കടയിൽ പോയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. എന്തായാലും സംഗതി കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇത് പറയുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ എങ്ങോട്ടാണ് പോയെന്നുള്ളത് ദേവൂട്ടിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ കേട്ടപ്പോൾ ആൾ വല്ലാണ്ട് വയലൻ്റ് ആവുകയും ചെയ്തു. വേണ്ട കുറെ നേരമില്ല ലാഭമേളയ്ക്ക് പോണ്. കൂട്ടുകാരൻ പോയി. ഇനി ഞാൻ എൻ്റെ ഈ പ്രസംഗം തുറന്ന ദേവൂട്ടി അക്രമാസക്തയാകുക എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാനിതോടെ നിർത്തുകയാണ് കേട്ടോ. ഇനി മിക്കവാറും ഇവളുടെ അടുത്ത് ഈ ഐഡിയ നടക്കും തോന്നുന്നില്ല. എന്തായാലും 5 ചിക്കൻ റോളും വാങ്ങിയിട്ടാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബാക്കി ഉണ്ടെങ്കിൽ പുതിയൊരു വിശേഷവുമായിട്ട് വൈകാതെ വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.